സർക്കാർ ഇതുവരെ ചെയ്ത ഈ വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, തെമ്മാടിത്തരങ്ങൾ ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു ഏറ്റവും വലിയ നാശത്തിലേക്ക് കൂപ്പുകുത്താണിപ്പോൾ. ആളുകൾ എതിർക്കില്ല, കാരണം എതിർക്കേണ്ട ആളുകൾക്ക് മറ്റേ പിന്നാലെയാണ്. വളരെ തന്ത്രമാണ് ഇത്. മനസ്സിലാക്കാൻ നമ്മുടെ സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നത് ഒരു പദ്ധതിയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. നമസ്കാരം. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രതീകാത്മക സമരമുറയുമായി മദ്യവിമോചന മഹാസഖ്യം എന്ന സംഘടന നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ഒരു പ്രതീകാത്മക സമരം നടത്തുവാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ലഹരി വിമുക്ത കേരളം സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് ഭരണം നടത്തുന്ന ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ലഹരി വിമുക്ത കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? മദ്യം ഉൾപ്പെടെയുള്ള സകല സാധനങ്ങളാണ്. പക്ഷെ സർക്കാർ മദ്യം വിറ്റുകൊണ്ടാണ് ലഹരി വിമുക്ത കേരളം എന്ന് പറയുന്നത്. അതിൻ്റെ മനഃശാസ്ത്രം എന്താണെന്ന് വെച്ചാൽ, മദ്യം വിൽക്കുന്ന ആളുകൾ ലഹരിക്കെതിരെ എന്ന് പറയുമ്പോൾ മദ്യത്തെ അല്ല മറ്റതാണ് കുഴപ്പമെന്ന് ജനങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റുള്ള സാധനങ്ങളാണ് കേരളത്തിൽ കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 9 വർഷമായി അതിനെതിരെ പ്രചരണം നടത്തുകയാണ്. വിദ്യാലയങ്ങളിലും കോളേജുകളിലും ഒക്കെ പോയി അവരെ കൊണ്ട് ഫ്ലാഷ് മോബ് നടത്തിച്ച് പലതരം പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ച് ലഹരിക്കെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരണം എന്ന വ്യാജേന ലഹരി വസ്തുക്കളെക്കുറിച്ച് ജനങ്ങളെ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ 9 വർഷം. ഇതുവരെ ഈ സാധനങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത് കേൾക്കാനും കാണാനും ഉപയോഗിക്കാനും തുടങ്ങിയത് ഇത്ര വ്യാപകമായി. ഇതിനൊക്കെ കാരണം മദ്യമല്ല പ്രശ്നം, മറ്റ് ലഹരി വസ്തുക്കളാണ് പ്രശ്നമെന്ന് ജനങ്ങളെ പഠിപ്പിക്കുക എന്ന ഒരു പദ്ധതിയുടെ ഫലമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അത് ശരിക്കും നടക്കുകയും ചെയ്തു. ആ പദ്ധതി വിജയിച്ചതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾ 14-15 വയസ്സുള്ള കുട്ടികൾ പോലും മാതാപിതാക്കളെയും മറ്റുള്ളവരെയും പരസ്യമായി ആക്രമിക്കുന്നു, കൊലപാതകം നടത്തുന്നു എന്നൊരവസ്ഥയിലേക്ക് കേരളം എത്തിയതിൻ്റെ പിന്നിൽ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ്. ഇതിൻ്റെ ഒക്കെ ഉത്തരവാദിത്വം ഈ സർക്കാരിനാണ്. സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നത് മദ്യമല്ല അപകടം, മറ്റുള്ളതാണ് അപകടം എന്ന് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. അത് ശരിക്കും ഫലവത്തായി. ഇനിയിപ്പോൾ അതുകൊണ്ട് വോട്ടുണ്ടാക്കി ജയിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ലഹരിക്കെതിരെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാത്ത നിരപരാധികളായ ആളുകൾ, ഇതിനെക്കുറിച്ച് അറിയില്ല. അവർ നോക്കുമ്പോൾ ഇവിടെ മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് കുട്ടികൾ അതിക്രമങ്ങൾ കാണിക്കുന്നു, കൊലപാതകങ്ങൾ നടത്തുന്നു. ഇത് ഭീകരമായൊരവസ്ഥയാണ്. മാതാപിതാക്കൾക്ക് സ്വന്തം വീട്ടിൽ പോലും മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഈ ലഹരിക്കെതിരെ നമ്മൾ ഇറങ്ങിയേ പറ്റൂ എന്നൊരു തോന്നൽ ജനങ്ങളുണ്ടായി. ജനങ്ങൾ പോലീസുകാരെയും എക്സൈസുകാരെയൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. അതാത് പ്രദേശങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെ MLA മുമ്പിൽ നിൽക്കുന്നു. DYFIക്കാരും മാർക്സിസ്റ്റുകാരും ഈ ജനകീയ പ്രക്ഷോഭത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ബോധവൽക്കരണത്തിന് മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു അന്തരീക്ഷം ഇതൊക്കെ ചെയ്തിട്ടും ജനങ്ങളെല്ലാ നിലയിലും ദ്രോഹിച്ചിട്ടും ആ ദ്രോഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പോലും വോട്ടുണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ കേരളത്തിലെ മിക്ക രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കാഞ്ഞിട്ടുണ്ടാവോ, അത് വേണ്ടത്ര വിവരമില്ലാഞ്ഞിട്ടുണ്ടാവോ, ഈ ജനകീയ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ പങ്കെടുത്തുകൊണ്ട് സർക്കാരിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇതുവരെ ചെയ്ത ഈ വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, തെമ്മാടിത്തരങ്ങൾ അതിന് ഇനിയും തുടരാൻ അനുവദിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ പല സംഘടനകളും പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരൊന്ന് തിരിച്ചറിവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ ഗവൺമെൻറ്റിനും ഈ മുഖ്യമന്ത്രിക്കുമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രതീകാത്മകമായി മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ ഓരോരോ കാര്യങ്ങൾ എണ്ണി ചോദിച്ച് ഞങ്ങളിവിടെ വിചാരണ നടത്തിയത്. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: മനസ്സിലാക്കുക, പ്രതി സർക്കാരാണ്. സർക്കാർ അതിന് നമ്മളെ പഠിപ്പിക്കുകയാണ്, നാട്ടുകാരാണ് ഇതിൻ്റെ കുഴപ്പക്കാർ, നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് നാട്ടുകാർ കുറ്റവാളികളാക്കിക്കൊണ്ട് സർക്കാർ പ്രചരണം നടത്താണ്. ഇത് തിരിച്ചറിയാത്ത ആളുകൾക്ക് തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി നടത്തിയത്. ഇപ്പോൾ മറ്റ് ലഹരി വസ്തുക്കളാണ് കേരളത്തിൽ വ്യാപകമായി ഉള്ളത്, അതായത് മദ്യമല്ല പ്രധാനമായി ഉള്ളത്. അത് സർക്കാർ നടത്തുന്ന പ്രചരണമാണ്. 77% മദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലഹരി വസ്തു. വെറും 23% മാത്രമുള്ള മറ്റ് ലഹരി വസ്തുക്കൾ. ആ സാധനങ്ങൾ വിൽക്കാൻ, പരസ്യമായിട്ട് വിൽക്കാൻ പറ്റില്ല. വളരെ രഹസ്യമായി മണ്ടമറിയിലാണ് വിൽക്കുന്നത്. പക്ഷേ അത് ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളതിനേക്കാൾ വലിയ പ്രചാരം കിട്ടുന്നു. സർക്കാരും മന്ത്രിമാരും എല്ലാവരും അതാണ് അപകടം, അതാണ് അപകടം. സാധാരണ ബസ് സ്റ്റാൻഡിലോ ആൾക്കൂട്ടത്തിനിടയിലോ ഒരു പോക്കറ്റ് അടിക്കാരനെ പിടിച്ചാൽ പോക്കറ്റ് അടിക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് ഓട്ടോ ഇടാൻ കൂട്ടത്തിൽ നിന്ന്. അപ്പോൾ ഈ പോക്കറ്റ് അടിക്കാരൻ പറയും, ദാ അവനാണ് പോക്കറ്റ് അടിച്ചത്, അവൻ ഓടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അവന് പിന്നാലെ ഓടും. അതുപോലെ സർക്കാർ ഇതാണ് പോക്കറ്റ് അടിക്കാരൻ, മറ്റ് ലഹരി വസ്തുക്കളാണ് ഇവിടെ പ്രശ്നം, എല്ലാവരും അങ്ങോട്ട് തിരിയുക എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ മദ്യമാണ് ഇവിടെ ജനങ്ങൾ, നിങ്ങൾ ഏത് കേസെടുത്ത് നോക്കിയോ, മദ്യപാനിയാണ്
മാതാപിതാക്കളെ ആക്രമിച്ചത്, അടിപിടി ഉണ്ടാക്കിയത്, ഇവിടെ ബഹളം ഉണ്ടാക്കിയത് ഒക്കെ മദ്യപാനികളാണ്. പക്ഷേ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ മറ്റത് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും ഉണ്ടായാൽ അത് കേരളം മുഴുവൻ വലിയ വാർത്തയാക്കാണ്. അങ്ങനെ അതിന് ഭീകര വസ്തുവാക്കി അവതരിപ്പിക്കുന്നത് ഈ സർക്കാരിൻ്റെ തന്ത്രമാണ്, തട്ടിപ്പാണ്. അത് നമ്മൾ തിരിച്ചറിയണം. പുതിയ മദ്യഷോപ്പുകൾ വരാൻ വേണ്ടി പോവുകയാണ് 10-ലധികം എന്നാണ്. ഇതൊക്കെ പുതിയ മദ്യഷാപ്പുകളൊക്കെ തുടങ്ങണം. കേരളത്തിൽ മദ്യം വ്യാപകമാക്കണമെങ്കിൽ ജനങ്ങളുടെ എതിർപ്പില്ലാതിരിക്കണം. ജനങ്ങൾ മദ്യഷാപ്പ് തുടങ്ങുമ്പോൾ ഒരു പുതിയ ഷാപ്പ് തുറന്നാൽ തന്നെ ജനങ്ങൾ എതിർത്തിരുന്നു. ഇപ്പോൾ ജനങ്ങൾക്ക് അത് എതിർക്കുന്നതിൽ അർത്ഥമില്ല, മറ്റതാണ് അപകടം എന്നൊരു തോന്നലുണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് സർക്കാർ മറ്റ് മദ്യഷാപ്പുകളും അതുപോലെ മദ്യം വ്യാപകമാക്കുന്ന നയങ്ങളൊക്കെ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആളുകൾ എതിർക്കില്ല, കാരണം എതിർക്കേണ്ട ആളുകൾക്ക് മറ്റേൻ്റെ പിന്നാലെയാണ്. വളരെ തന്ത്രമാണ് ഇത്. മനസ്സിലാക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കഴിയുന്നില്ലാത്തതിൽ ഞങ്ങൾക്ക് പരാതിയുണ്ട്. ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനത്തിന് വന്ന അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് വളരെ കൃത്യമായി അതിൻ്റെ പൊളിറ്റിക്സ് പറഞ്ഞു. അദ്ദേഹത്തിന് അത് ക്ലിക്കായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കുറവ് നമ്മുടെ കേരളത്തിലുണ്ട്. കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു ഏറ്റവും വലിയ നാശത്തിലേക്ക് കൂപ്പുകുത്താണിപ്പോൾ. ഇനിയിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്, മറ്റ് ലഹരി വസ്തുക്കൾക്ക് ഇവിടെ ഇല്ലാതായി നിൽക്കുക. മദ്യത്തിനെ എതിർക്കാത്തത് കൊണ്ട് മറ്റുള്ള ആൾക്കാർ മദ്യം കുടിച്ചാൽ നമുക്ക് എതിർത്ത് പറയാൻ പറ്റും. മാതാപിതാക്കൾക്ക് പോലും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ മദ്യത്തിനെ കുറ്റമായിട്ട് പറഞ്ഞിട്ടില്ല, മറ്റതാണ് കുറ്റം പറഞ്ഞത്, അതില്ലാണ്ടായി. അപ്പം പിന്നെ മദ്യം കുടിച്ചുകൊണ്ട് കുഴപ്പമില്ല എന്നൊരു ധാരണ നമ്മുടെ സമൂഹത്തിൽ പരക്കാണ്. ഭയങ്കര അപകടത്തിലേക്ക് കേരളത്തിൽ നയിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ആ അപകടം മുൻകൂട്ടി മനസ്സിലാക്കി അതിനെ എതിർക്കാവുന്ന നല്ല നേതൃത്വം കേരളത്തിൽ ഇപ്പോഴും വളർന്നു വന്നിട്ടില്ല എന്നാണ് മദ്യവിമോചന മഹാസഖ്യത്തിന് പറയാനുള്ളത്. നമ്മളോടിപ്പോൾ പ്രതികരിച്ചത് മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ ഭാരവാഹിയായ EA ജോസഫാണ്. എന്തായാലും മദ്യം തന്നെയാണ് കേരളത്തിൽ വൻതോതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. മാരകമായ വിഷം തന്നെയാണ് എന്ന് തന്നെയാണ് ഈ ഭാരവാഹികൾ, ഈ മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ ഭാരവാഹികൾ എല്ലാവരും തന്നെ പറയുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.